Once again to Little Organized Life Coach Utala. ശരിക്കും ഒന്ന് നിശ്വസിക്കൂ. എക്സ്ഹെയിൽ ഡീപ്ലി. അസ്വസ്ഥജനകമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ നിയമം. നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സാണ് ഇപ്പോൾ ഒന്നുകൊണ്ട് സംതൃപ്തമാകാത്തൊരു മനസ്സ് അല്ലേ. എവിടെ നോക്കിയാലും നമുക്ക് തോന്നും മറ്റുള്ളവർക്കാണ് ഹാപ്പിനെസ് എന്ന്. നമ്മുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ്സിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻ ആർ ഫീലിംഗ് സോറോഫുൾ, ഡിസപ്പോയിൻറ്റഡ്, അതൊക്കെ കൂടി വരുന്ന ഒരു ലോകത്തിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അസ്വസ്ഥത ഇല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം. വസ്തുക്കളെ അവയുടെ മുഖത്ത് തന്നെ നോക്കി നേരിടുകയും അവ എന്താണെന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ. നമ്മൾ ഏതൊരു കാര്യത്തെയും വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കാതെ വസ്തുനിഷ്ഠമായിട്ട് അതിനെ കണക്കാക്കാൻ ശ്രമിക്കുക. മാർക്ക് ഒറേലിയസ് ആണ് കേട്ടോ ഇത് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ വളരെ വേഗം അസ്വസ്ഥരാവാറുണ്ട്. പ്രസ്തുത സാഹചര്യങ്ങളെ വിലയിരുത്തി എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. സാഹചര്യങ്ങളാണ് നമ്മുടെ മനസ്സമാധാനത്തെ നിർണ്ണയിക്കുന്നത്. നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മിൽ സൃഷ്ടിക്കാൻ കഴിയും. ശരിയാണ്, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻ നമ്മളിൽ പല രീതിയിലുള്ള ഇമോഷണൽ ബാലൻസ് ആസ് വെൽ ആസ് ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സ് കർമ്മശേഷിയേക്കാൾ ഉപരി ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാവും. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? പേടി എന്നുള്ളതാണ് പ്രശ്നം. ഫിയർ എന്നുള്ളതാണ് പ്രശ്നം. വാട്ട് വിൽ ബി ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളതാണ് പ്രശ്നം. ദെൻ വസ്തുക്കളെ വിലയിരുത്തും മുമ്പ് മനസ്സമാധാനത്തിൻ്റെതായ ഒരു അടിത്തറ ഉണ്ടാക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പോവാണ്, നമുക്കറിയാം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വേഴ്സ് എന്നുള്ളത് നമുക്ക് അറിയാം, പ്രശ്നത്തിലാകും. അപ്പോൾ നമ്മളതിനെ സമാധാനമായിട്ട് ഒരു മനസ്സമാധാനത്തിൻ്റെ ഒരു അടിത്തറ ഉണ്ടാക്കി ആദ്യം എടുക്കുക. അത് യഥാർത്ഥമായ അവസ്ഥയെ മറച്ചു പിടിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥമായ വസ്തുത അവിടെ നിലനിൽക്കുകയാണ്, പക്ഷെ നമ്മുടെ മനസ്സ് ശാന്തമാണ്. പകരം ആന്തരികമായ ഒരു സുരക്ഷിത ബോധത്തിൻ്റെ അടിത്തറയിൽ നിന്നും പ്രവർത്തിക്കാൻ സാഹചര്യം ഒടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ടെൻസ്ഡായിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹൗ ടു ഹാൻഡിൽ ദാറ്റ്, നമ്മൾ മനസ്സിനെ ആദ്യം സ്വാസ്ഥ്യമായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സുരക്ഷിതത്വ ബോധം നമ്മളിലേക്ക് വരും. അതിനാണ് നമ്മൾക്ക് ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഒപ്പമുള്ള സ്പിരിച്വാലിറ്റിയെ പറ്റി നമ്മൾ പറയും. എല്ലാം കൃഷ്ണനിൽ ഏൽപ്പിക്കുക, ഹീ വിൽ ലുക്ക് ആഫ്റ്റർ എന്നുള്ളതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയി. കാരണം നമ്മൾ ഒത്തിരി വിചാരിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വേറെ ഒരു എനർജിയെ ഏൽപ്പിക്കുക, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു എനർജിയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആ മാനസികാവസ്ഥയിലൂടെ മുന്നേറി നമ്മൾ നിരീക്ഷണങ്ങളിലൂടെ വിലയിരുത്തുകയും വ്യക്തതയോടെ കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് it will be quite easy to analyze things. It will give a clarity of mind. It will result in a critical thinking. പ്രിജുഡിസോ ബയസോ ഇല്ലാത്തൊരു ചിന്തയിലേക്ക് നമ്മൾ പോകും. നമുക്ക് ആ സിറ്റുവേഷൻ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഞാൻ സുരക്ഷിതമായ അവസ്ഥയിലാണ്, എനിക്ക് മനസ്സമാധാനമുണ്ട്. അതായിരിക്കണം നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിനോട് പറയാനുള്ളത്. സോ ദാറ്റ് എവറിത്തിങ് വിൽ ബി so to us we feel that everything will become better, best, and we will be best for tomorrow also. Thank you so much.